വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിൽ ഇതാ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മാജിക് ഓഫ് സെൻസസ് അല്ലെ, ഇന്ദ്രിയ ജാലം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ പേര് പോലെ തന്നെ മാജിക് ആണോ ഈ ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് ഒന്നും അല്ല. നമ്മുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ഓർഗൻസ്, അവയവങ്ങളെ പറ്റിയൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് പലതരത്തിലുള്ള ജീവികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ ഇവിടെ ഒരു ഡോഗ് ഉണ്ട് അല്ലെ, ഒരു പട്ടിക്കുട്ടി ഉണ്ട്. അപ്പൊ അത് നമ്മളോട് പറയുവാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ എന്താണ് ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് അല്ലെ, വളരെ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ പരുന്തിനെ നമുക്കറിയാം, നമ്മൾ അത്രയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് നമ്മളെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അതിനൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്ന ആളാണ് അല്ലെ. അപ്പൊ അത്രയും ഹൈറ്റിൽ നിന്നുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഇരേനെ കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും വിഷൻ, അത്രയും ഒരു കാഴ്ചശക്തി അതിനുണ്ട് അല്ലെ. അതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പൂമ്പാറ്റയാണെങ്കിൽ അതിന് ലെഗ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കരടിയാണെങ്കിൽ അതിനെന്താണ്, നേരിയ സ്മെല്ലാണെങ്കിൽ പോലും അതിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മുടെ മുതലേന്റെ കാര്യം പറയുകയാണെങ്കിൽ മുതലേന്ന് നമുക്കറിയാം അല്ലെ, പാറ പോലെയൊക്കെയാണ് അതിന്റെ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിന് ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ് അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും ഉള്ള ഫിസിക്കൽ ഫീച്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അവരുടെ ഓരോരുത്തരുടെയും എന്താണ് ഓരോ ഓർഗന്റെ പ്രത്യേകതകളാണ്. ഇതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് എല്ലാവരെയും പലതരത്തിലുള്ള അവയവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അവയവങ്ങൾ. നിങ്ങൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനുഷ്യരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഓരോ ദിവസവും ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലെ. അറിവുകൾ എന്ന് പറയുന്നത് നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിക്കുന്നത് മാത്രമൊന്നും അല്ല, അവിടെയും നമ്മൾ വായിച്ചു പഠിക്കുന്നുണ്ട്, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പല കാര്യങ്ങളും, ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ പൂ വിരിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റും അറിയുന്ന ആളുകൾക്ക് അല്ലെ. അതിന്റെ നിറം നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. നല്ല ഭക്ഷണം കിട്ടുന്ന സമയത്ത് അതിന് നല്ല രുചിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ പൂവിന്റെ മണം, നമ്മൾ പറഞ്ഞ പോലെ ഒരു ചീത്ത സ്മെല്ലാണെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ അറിവുകൾ തന്നെയാണ്. സറൗണ്ടിങ്സിനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കാനായിട്ട് ജീവികളെ സഹായിക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജ്ഞാനം തരുവാണ് അല്ലെ, നമുക്ക് പലതരത്തിലുള്ള നോളജ് ഇതാ ഇതിലൂടെ കിട്ടുവാണ്. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ കേസിൽ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്, 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. ഇവിടെ നമ്മൾ പല ജീവികളും പലതരത്തിലെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന കാര്യം പറഞ്ഞില്ലേ. അതേപോലെ നമ്മുടെ മനുഷ്യന്മാര്, ഞാനും നിങ്ങളും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കുള്ള 5 സെൻസ് ഓർഗൻസ്, 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ എന്ന് നമ്മൾ പറയണം അല്ലെ. നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക്, നമുക്ക് കണ്ണുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണുകള്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെവിയുണ്ട് അല്ലെ, നമ്മുടെ ചെവി എന്തിനു വേണ്ടിയിട്ടാണ്, ഇയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക. ഇപ്പൊ മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ചെവിയാണ് അല്ലെ. ആൻഡ് നമുക്ക് കാര്യങ്ങളൊക്കെ മണത്തറിയാൻ പറ്റുന്നില്ലേ. അപ്പൊ സ്മെൽ എന്ന് പറയുന്ന ഒരു സെൻസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നോസ് വഴിയാണ്, നമ്മുടെ മൂക്ക് വഴിയാണ് അല്ലെ. ഇനിയുള്ള 2 ആളുകളുടെ പേരാണ് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും തെറ്റിക്കാൻ ചാൻസ് ഉള്ളത്. ഇനിയുള്ള 2 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ടങ് ആണ്. ഒരിക്കലും ഇത് നമ്മൾ മൗത്ത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നോ വായിലിട്ടില്ലാണല്ലോ എന്ന് വെച്ചിട്ട് പലരും വായാന്ന് എഴുതി വെക്കാറുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. വായിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അതിൽ നമ്മുടെ ടങ് ആണ്, നമ്മുടെ നാക്കാണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്, രുചി തിരിച്ചറിയാൻ, ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. ഇതേപോലെ തന്നെ നമുക്കറിയാം കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കാറുണ്ട് അല്ലെ. അപ്പൊ തൊടാൻ നമ്മൾ അധികവും നമ്മുടെ ഹാൻഡ്, നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നുണ്ട്. പലരും തെറ്റിച്ചെഴുതുന്ന ഒരു കാര്യമാണ് ഹാൻഡ്, കൈ എന്ന് എഴുതി വെക്കും ഒരു സെൻസ് ഓർഗൻ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ മാത്രമല്ലാടാ, നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ടും പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന ഒരു സെൻസ് ഓർഗൻ, ഒരു ജ്ഞാനേന്ദ്രിയമാണ് നമ്മളുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്കാണ് ആക്ച്വലി നമ്മളെ തൊട്ട
തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ കയ്യിലൂടെ മാത്രമല്ല, നമ്മുടെ കാലിലൂടെ ഒരു ഉറുമ്പ് എഴഞ്ഞു പോയാലും എന്തോ ഒരു കാര്യം എഴയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേടാ. അതെന്തുകൊണ്ട്? അവിടെയും സ്കിൻ ഉണ്ട് അല്ലെ. അപ്പൊ സ്കിൻ അല്ലെങ്കിൽ ത്വക്കാണ് കാര്യങ്ങൾ ടച്ചിലൂടെ അല്ലെ, തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന 5 ആളുകളെയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഐസ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, നോസ് ഉണ്ട്, ടങ് ഉണ്ട്, സ്കിൻ ഉണ്ട് അല്ലെ. കണ്ണുകളുണ്ട്, ചെവികളുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, നമ്മളുടെ ത്വക്കുണ്ട്. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 സെൻസ് ഓർഗൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ 5 സെൻസ് ഓർഗൻസിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ കണ്ണുകളെ പറ്റി കൊണ്ടായിരുന്നു. അപ്പൊ കണ്ണുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോ നമ്മുടെ നേരെ മുൻഭാഗത്തായിട്ട് 2 കണ്ണുകളുണ്ട് അല്ലെ. അപ്പൊ ഈ 2 കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് വസ്തുക്കളെ കാണുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ ഒരു കണ്ണ് പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വസ്തുക്കളെ കാണാനൊക്കെ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 2 കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് മക്കളെ നമുക്ക് കൃത്യമായിട്ട് ഒരു വസ്തുവിലേക്കുള്ള അകലവും അതിന്റെ ആ ഒരു സൈസും ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു പെന്നുണ്ടല്ലോ, പെന്നിന് മൂടി ഉണ്ടാവും അല്ലെ. നിങ്ങൾ ആ പെന്നിന്റെ മൂടി ഊരിയിട്ടത് ഒരു കയ്യിൽ മൂടിയുണ്ട്, ഒരു കയ്യിൽ പെന്നും ഉണ്ട്. നമ്മൾ നോർമലി ഇതിങ്ങനെ ഇടുവാണെങ്കിൽ, തിരിച്ചിങ്ങനെ ഇടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് മറിച്ച് നിങ്ങൾ കയ്യിൽ ഒരു കയ്യിൽ മൂടി ഒരു കയ്യിൽ പെന്നും ആണുള്ളത്, ഞാനിങ്ങനെ ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ, അതായത് മൂടി ഇവിടെയും പെണ്ണ് ഇവിടെയും ഒക്കെ ആയിപ്പോ, അതായത് കറക്റ്റ് ആ ഒരു പൊസിഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അവിടെയാണ് 2 കണ്ണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അപ്പൊ അതായത് നമ്മൾ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ 2 കണ്ണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്ഥാനം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിർണ്ണയിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിക്കുക, കാട്ടിൽ ഇരപിടിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടിലെ വലിയ വലിയ മൃഗങ്ങളൊക്കെ ആലോചിക്കുക, നേരെ മുമ്പിലാണ് കണ്ണ് അല്ലെ. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക ചെയ്യുക, ഒരാളെ ഇങ്ങനെ എയിം ചെയ്തിട്ട് അല്ലെ. അപ്പൊ മാനായിക്കോട്ടെ, മുയലായിക്കോട്ടെ, അതിനൊക്കെ കൃത്യമായിട്ട് അത് സ്ഥാനം ഇതാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റച്ചാട്ടത്തിനൊക്കെ പോയി പിടിക്കുന്നില്ലേ. അതിനവരെ സഹായിക്കുന്നത് ഇതാണ് അല്ലെ, വലിയൊരു രീതിയിലേക്ക് കാണാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നുണ്ട്. അതേസമയം നേരെ പറഞ്ഞ നമ്മളെ മാനിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, 2 സൈഡിലായിട്ടാണ് അവർക്ക് എന്തുള്ളത്, കണ്ണുകളുള്ളത്. എന്തിനായിരിക്കും അറിയാവോ? ഇവിടെ പ്രകൃതിയുടെ നിയമങ്ങളാണ് അല്ലെ. എന്താ സംഭവം? ഈ മാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുമോ എന്നിങ്ങനെ പേടിച്ച് നടക്കുന്ന ജീവികളാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതിന് ഒരേ സമയത്ത് ഈ സൈഡിലും ഈ സൈഡിലുള്ള കാഴ്ച എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇവനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇവന് മനസ്സിലാക്കാൻ പറ്റും, ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 2 കൂട്ടർക്കും എന്താണ്, ബെനിഫിറ്റ് ആണ് ഇതുകൊണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കാഴ്ചശക്തിയെ പറ്റിയും അതുപോലെ തന്നെ കാഴ്ചശക്തി അല്ലെങ്കിൽ പരിമിതിയുള്ള ആളുകൾക്ക് അവരെ സഹായിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെ പറ്റിയും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെൻസ് ഓർഗൻസിനെ പറ്റിയും ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൃഥ്വി ബാച്ചിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ആനുവൽ എക്സാം ആണ് വരാൻ പോകുന്നത്. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളോട് മറന്നു പോയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും മറന്നിട്ടുണ്ടാവും. അതൊരു തെറ്റൊന്നും അല്ല അല്ലെ, മറവി എന്താണ് സാധാരണമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഓർമ്മിക്കേണ്ട എക്സാം ആവുമ്പോഴേക്ക് മാർച്ചിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം SSLCയുടെ ആ ഒരു തിരക്കും കൂടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ 2 ടേം ഒക്കെ ആയിട്ട്, അതായത് 2 രീതിയിലൊക്കെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പൊ ചില ആളുകൾക്ക് മാർച്ച് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ സമയമില്ല അല്ലെ, കംപ്ലീറ്റ് റിവൈസ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള ബാച്ചാണ് നമ്മുടെ എൻ ഗെയിം 2.0 ബാച്ച്. ഇപ്പൊ അവിടെ നമുക്ക് ഓഫർ ഉണ്ട്, 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് മക്കൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ആളുകളും നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞിട്ട് ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് റിവിഷൻ ബാച്ചാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ആനുവൽ എക്സാമിന്റെ മുമ്പേ ഒരു എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടേ നമ്മൾ ഈ ഒരു നമ്മുടെ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റാവുന്നവരൊക്കെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.